നമ്മുടെ എല്ലാവരുടെയും പ്രധാന വിഷയം ഇപ്പോൾ ചൂടാണ്. ചൂട് കാരണം കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരോ ആശയങ്ങളൊക്കെ അവതരിപ്പിച്ച് നോക്കി. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് AC പെട്ടെന്ന് വാങ്ങി വയ്ക്കാം. ഞാൻ വീടിൻ്റെ മുകളിൽ ആദ്യകാലങ്ങളിലേക്ക് നമ്മൾ നല്ല വെള്ള കളറിൽ വൈറ്റ് സിമെൻറ്റ് ഫെവിക്കോൾ ചേർത്ത് അങ്ങോട്ട് പൂശും. അപ്പോൾ ആ വൈറ്റ് കളറ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നത്. വൈറ്റ് കളറ് പ്രകാശത്തെ ആഗിരണം ചെയ്യില്ല, അതിനെ എന്താ പറയുക പ്രതിഫലിപ്പിക്കുകയെ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പണ്ട് പഠിച്ചിരുന്നത്. ആ തത്വം വെച്ചിട്ട് നമ്മൾ കുറച്ച് നാളേക്ക് അങ്ങനെയും ചെയ്ത് നോക്കി. അത്യാവശ്യം ഒരു 4-5 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കുറയാനുള്ള സാധ്യത അന്ന് ഞാൻ കണ്ടു. ഇന്നിപ്പോൾ നമ്മളതൊന്നും ചെയ്യാനും നിന്നില്ല. നമ്മൾ വീട്ടിലിങ്ങനെ ചൂട് കൂടുതലായിട്ട് തോന്നിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇവിടെ ജനലേമ ഒരു പാളി നെറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ അത് മുഴുവൻ നേരം തുറന്നിടാണെങ്കിൽ അത്യാവശ്യം ചൂടൊക്കെയും കുറയും. പിന്നെയും ചൂട് കുറയാനായിട്ട് നമ്മൾ ഓരോരോ സംവിധാനങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് നമ്മൾ എക്സോസ്റ്റ് ഫാൻ ഒരെണ്ണം വയ്ക്കുക. ഈ എക്സോസ്റ്റ് ഫാൻ നമ്മളത് തിരിച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ റൂമിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റിലെങ്കിൽ വയ്ക്കുന്ന എക്സോസ്റ്റ് ഫാൻ നമ്മൾ ഫ്രണ്ട് ഭാഗം ഉള്ളിലേക്കാണ് വയ്ക്കുന്നത്. നമ്മൾ നേരെ തിരിച്ച് വയ്ക്കുകയാണ്, ഫ്രണ്ട് ഭാഗം പുറത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള എയറിനെ അകത്തോട്ട് വലിച്ചു കയറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ ഇത് ഓണാക്കി വയ്ക്കേണ്ടത് നമ്മൾ വൈകിട്ട് ഒരു 7 മണിക്ക് ആകുമ്പോൾ. അപ്പോൾ 7 മണിക്ക് ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ പുറത്തെ ചൂടൊക്കെ കുറഞ്ഞ് ചെറിയൊരു കൂളൊക്കെ ഉണ്ടാകും പുറത്ത്. അപ്പോൾ ആ കൂളിനെ അകത്തേക്ക് വലിച്ചു കയറ്റുന്ന ഒരു പരിപാടി. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, സിമ്പിൾ പരിപാടി. അപ്പോൾ ഞാൻ ഈ വാങ്ങിയിരിക്കുന്ന ഫാൻ ബാക്ക് വശം ഷട്ടർ ടൈപ്പാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും. പിന്നെ അതുപോലെ തന്നെ നെറ്റ് ഒരെണ്ണം അടിക്കുന്നത് എന്തായാലും നല്ലതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ പാമ്പുകളുടെ ശല്യം കൂടുതലുള്ളതുകൊണ്ട് ഒരു നെറ്റ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇഴജന്തുക്കളൊന്നും കയറില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗത്ത്, അതായത് നെറ്റിൻ്റെ ബാക്കി വശം, അതായത് ഫാൻ വെച്ചിട്ട് ബാക്കിയുള്ള വശത്ത് കവർ ചെയ്യുകയാണെങ്കിൽ, ഒരു തെർമോക്കളയും വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ അത്രയും ശക്തിയായിട്ട് എയറിനെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഫാനിനുണ്ടാവും. നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തിരിക്കുന്നത് ഈ നെറ്റ് അടിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ഷീറ്റ്, അതിന് പകരം ഒരു പാളി ജനലയുടെ ഒരു പാളി മൊത്തമായിട്ട് നമ്മുടെ പ്ലൈവുഡ് കൊണ്ട് കവർ ചെയ്തിട്ട് അതിലാണ് ഫാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫാൻ കാറ്റിനെ പുറത്തു നിന്നും അകത്തേക്ക് വലിച്ചെടുക്കും. ഇതിനുവേണ്ടി പവർ കൂടുതൽ തോന്നും. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനത്തിൽ അത്രയധികം വലിക്കില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഈ കർട്ടനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെച്ച് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്യും. ആ ഭാഗത്ത് മാത്രം, അതായത് കറക്റ്റ് ഫാൻ കാണുന്ന അതേ ഭാഗത്ത് മാത്രം തുറന്നു വയ്ക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചെടുക്കും. നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് ഭയങ്കര കൂളിംഗ് ആണെന്ന് വിചാരിക്കും. അത്ര വലിയ കൂളിംഗ് ഒന്നുമില്ല, നമുക്ക് ചെറിയൊരാശ്വാസം. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു ജനലയുടെ ഷീറ്റ് നെറ്റടിക്കാനായിട്ട് 1000 രൂപ ചിലവായി. അതുപോലെ തന്നെ ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ഫാനിനും ഒരു 1000 ഉറുപ്പികയായി. 1250 രൂപയായി ഈ ഫാനിന്. ഇത് 8 ഇഞ്ചിൻ്റെ ഫാനാണ്, 2000 RPM, 30 വാട്ട്സ്. അപ്പോൾ നമ്മുടെ 30 വാട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പഴയ സീലിംഗ് ഫാനിൻ്റെ ഒരു പകുതി ഇലക്ട്രിസിറ്റിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഇതിന് ഇത്രയും വലിയ കൂളിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കൂളിംഗ് ഒന്നുമില്ല. നമ്മുടെ റൂം ടെമ്പറേച്ചർ ഒരു പരമാവധി എത്ര ഡിഗ്രി ആണെന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 5 ഡിഗ്രിക്കും കുറയ്ക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സംഭവം ഒന്നുമല്ല, നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിലേക്ക് കിടന്നുറങ്ങാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ളത് നോക്കി ഇതിൽ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനല്ലാണ്ട് ഈ ഒരു സംഭവം ഭയങ്കര സംഭവമാണെന്ന് ഞാൻ നിങ്ങളോട് പറയല്ല. ഇതിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ചിലപ്പോൾ എഫക്റ്റ് ഒന്നും ഇതിന് ചിലപ്പോൾ കിട്ടില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് തിരക്കേടില്ലാത്ത, അതൊന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റും. അതായത് ചെറിയ രീതിയിലേക്ക് ചെറിയൊരു കൂളിംഗൊക്കെയും അകത്തേക്ക് വരുന്നുണ്ട്. നമ്മളിതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു, ബൈ.